ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ബൈബിൾ സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബൈബിൾ സന്ദേശത്തിന്റെ 8ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. 10 കൽപ്പനകളിലെ 7ാമത്തെ കൽപ്പനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യം കൽപ്പന എന്താണെന്ന് നോക്കാം. കൊല്ലരുത്, ഒരു ജീവിയെ കൊല്ലരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അഹിംസയാണ് പരമമായ ധർമ്മം. ഇത് സനാതന ധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അല്ലെങ്കിൽ തത്വങ്ങളിൽ ഒന്നാണ്. അഹിംസയാണ് പരമമായ ധർമ്മം. ഇത് സനാതന ധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഏറ്റവും കാതലായ തത്വമാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും കൊല്ലരുത് എന്നുള്ളതാണ്. പക്ഷെങ്കിൽ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാണ്ട്. ഒന്നിനെയും കൊല്ലരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ മീനുകൾ ചെറിയ മീനുകളെ കൊന്നു ഭക്ഷിക്കും. വലിയ മൃഗങ്ങൾ ചെറിയ മൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കും. പക്ഷെ അതൊരു എന്താ പറയുന്ന വിശപ്പകറ്റാൻ അവിടെ ഒരു കാരണമുണ്ട്. അപ്പൊ അകാരണമായിട്ട് നമ്മൾ ഒന്നിനെയും കൊല്ലരുതെന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഒന്നിനെയും കൊല്ലരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ കടിക്കുന്ന കൊതുകിനെയൊക്കെ നമ്മൾ കൊല്ലും, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഉറുമ്പുകളെ നമ്മൾ കൊല്ലും. ഇതെല്ലാം ദൈവമാണ്, എല്ലാത്തിലും ദൈവമുണ്ട് ജീവനായിട്ട്. അതുപോലെ നമ്മുടെ വീട്ടിലെ ശല്യം ഉണ്ടാകുന്ന പാറ്റകളെ നമ്മൾ കൊല്ലും, പിന്നെ എലികളെ നമ്മൾ കൊല്ലും. അങ്ങനെ നമ്മൾ പലതിനെയും കൊല്ലാറുണ്ട്. അപ്പൊ ഞാനും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. പക്ഷെ നമുക്ക് ശല്യം ഉണ്ടാക്കുന്നതിനെ നമ്മൾ കൊല്ലുന്നതുകൊണ്ട് വലിയ പാപമൊന്നുമില്ല. പക്ഷെങ്കിൽ അകാരണമായിട്ട് ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരു ജീവി അകാരണമായിട്ട് നമ്മൾ കൊല്ലാൻ പാടില്ല. ദാനമാണ് ശ്രേഷ്ഠം. അതുപോലെ ജീവൻ എടുക്കുന്നത് എപ്പോഴും അതൊരു പാപം തന്നെയാണ്. എങ്കിൽ പോലും ഭക്ഷണത്തിനായിട്ട് ഒരു ജീവിയെ കൊല്ലുന്നത്, അതായത് നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു ജീവിയെ കൊല്ലുന്നത് കൊണ്ടൊന്നും വലിയ ദോഷം വരാനില്ല. ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണമാണ് പേപ്പട്ടി. പേപ്പട്ടിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൊല്ലും. അത് വെച്ചാൽ അതിനെ നമുക്ക് ജീവനോട് വിടാൻ പറ്റുകയില്ല. പിന്നെ അതിനെ വിട്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ആപത്താണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൊല്ലാറുണ്ട്. പിന്നെ ഈ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നവരെ ആരാച്ചാരന്മാർ ഒക്കെ തൂക്കി കൊല്ലാറുണ്ട്. അവിടെയൊക്കെ ഒരു പ്രധാന അല്ലെ ഒരു സോളിഡ് റീസൺ ഉണ്ട്, ഒരു നല്ല ഒരു കാരണമുണ്ട്. അപ്പൊ അകാരണമായിട്ട് ഒരു കാരണമില്ല നമ്മൾ ഒന്നിനെയും കൊല്ലാൻ പാടില്ല. കാരണം ഓരോ ജീവിക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന പോലെ അവർക്കും സന്തോഷമായി ജീവിക്കണം. അല്ല മനുഷ്യരായാലും ഒരു നാടിനോ അല്ല വീടിനോ നാടിനോ ലോകത്തിനോ ഒക്കെ പിന്നെ ഭാരമായി വരികയും എല്ലാവർക്കും ഉപദ്രവം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ കൊല്ലുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ നമ്മൾ അകാരണമായിട്ട് ഒരു കാരണവുമില്ലാതെ നിരുപദ്രവകാരികളായ ജീവികളെ നമ്മൾ കൊല്ലാൻ പാടില്ല. അത് മനുഷ്യരായാലും ആരായാലും നമ്മൾ അങ്ങനെ അകാരണമായിട്ട് കൊല്ലരുത്. കൊല്ലുന്നത് പാപമാണ്. അഹിംസയാണ് പരമമായ ധർമ്മം. ഇത് സനാതന ധർമ്മത്തിന്റെ മൂല്യമാണ്. അത് ബൈബിളിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ സന്ദേശം. നന്ദി, നമസ്കാരം.